പശ്ചിമബംഗാൾ സർക്കാരിനെ താഴെ വീഴിക്കാനുള്ള കഠിനമായ ശ്രമത്തിലാണ് ബി.ജെ.പി. ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ. അതിനിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ബംഗാളിൽ കളമൊരുങ്ങിക്കഴിഞ്ഞു. നേരിട്ടുള്ള യുദ്ധത്തിലൂടെ മമതയെ വീഴ്ത്താൻ സാധിക്കില്ലെന്ന ബോധ്യം ബി.ജെ.പിക്കുണ്ട്. അതുകൊണ്ട് ചില കുറുക്കുവഴികൾ അവർ തേടുന്നുമുണ്ട്. അതിന്റെ ആദ്യപടിയാണ് ബംഗാൾ ഗവർണറായിരുന്ന C.V. ആനന്ദബോസിന്റെ രാജി എന്ന് കാണാൻ സാധിക്കും. ഒരു സുപ്രഭാതത്തിൽ ഇറങ്ങി ഓടിയതല്ല ആനന്ദബോസ്. അതിന് പിന്നിൽ പല ചരടുവലികളും നടന്നിട്ടുണ്ട്. തമിഴ്നാട് ഗവർണറും മുൻ IPS ഉദ്യോഗസ്ഥനുമായ R.N. രവിയെ ബംഗാൾ ഗവർണറായി നിയമിച്ച കേന്ദ്ര സർക്കാർ നീക്കം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താനുള്ള നീക്കമാണോ എന്ന അഭ്യൂഹങ്ങളും ശക്തമാകുന്നുണ്ട്. 2 മാസത്തിനുള്ളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് C.V. ആനന്ദബോസ് ഗവർണർ സ്ഥാനമൊഴിഞ്ഞത്. B.J.P. നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ ബോസിനെ രാജിവെക്കാൻ നിർബന്ധിച്ചതാണെന്ന ആരോപണവുമായി മുഖ്യമന്ത്രി മമതാ ബാനർജി തന്നെ രംഗത്തെത്തിയത് വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. വിരമിച്ച പോലീസ് ഉദ്യോഗസ്ഥനും കടുത്ത നിലപാടുകൾക്ക് പേരുകേട്ടയാളുമായ R.N. രവിയെ നിയമിച്ചത് സംസ്ഥാനത്തെ ക്രമസമാധാന നിലയടക്കമുള്ള കാര്യങ്ങളിൽ കേന്ദ്രം നേരിട്ട് ഇടപെടാൻ ഒരുങ്ങുന്നതിന്റെ സൂചനയായാണ് തൃണമൂൽ കോൺഗ്രസ് വിലയിരുത്തുന്നത്. നിലവിൽ സംസ്ഥാനത്ത് വോട്ടർ പട്ടികയുടെ പ്രത്യേക തീവ്ര പരിഷ്കരണം നടന്നുവരികയാണ്. ഈ പ്രക്രിയയ്ക്കിടെ 60 ലക്ഷത്തിലധികം വോട്ടർമാരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതായും മറ്റൊരു 60 ലക്ഷം പേരെ നിരീക്ഷണ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയതായും റിപ്പോർട്ടുകളുണ്ട്. ചുരുക്കി പറഞ്ഞാൽ 1.5 കോടി ആളുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താകുമെന്ന് പറയാൻ സാധിക്കും. ഈ നടപടി രാഷ്ട്രീയ പ്രേരിതമാണെന്നും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തിന് അനുകൂലമായ സാഹചര്യം ഒരുക്കാനാണ് ഇത്തരം നീക്കങ്ങളെന്നുമാണ് ഭരണകക്ഷി ആരോപിക്കുന്നത്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 356 പ്രകാരം സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിക്കൊണ്ട് വോട്ടർ പട്ടികയിൽ കൃത്രിമം കാട്ടി തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനാണ് കേന്ദ്രത്തിന്റെ ശ്രമമെന്ന് TMC നേതാവ് ചന്ദ്രിമ ഭട്ടാചാര്യ പറയുന്നുണ്ട്. ഇത് ഫെഡറൽ സംവിധാനത്തെ തകർക്കാനുള്ള B.J.P.യുടെ ദുഷ്ടപദ്ധതിയാണെന്നും അവർ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഗവർണറുടെ മാറ്റത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ അതിശക്തമായ ഭാഷയിലാണ് മമതാ ബാനർജി പ്രതികരിച്ചത്. ഗവർണർ ആനന്ദബോസിന്റെ രാജി എന്നെ ഞെട്ടിച്ചു. രാഷ്ട്രീയ താൽപര്യങ്ങൾക്കായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അദ്ദേഹത്തിന് മേൽ സമ്മർദ്ദം ചെലുത്തിയതാകാം. പുതിയ ഗവർണറുടെ നിയമന കാര്യത്തിൽ കീഴ്വഴക്കങ്ങൾ ലംഘിക്കപ്പെട്ടുവെന്നും സംസ്ഥാന സർക്കാരുമായി യാതൊരു കൂടിയാലോചനയും കേന്ദ്രം നടത്തിയില്ലെന്നും പറയുന്നുണ്ട്. ഇത് സഹകരണ ഫെഡറലിസത്തിന്റെ തത്വങ്ങൾക്ക് വിരുദ്ധമാണെന്ന് മമതാ ബാനർജി കുറിച്ചു. എന്നാൽ ഭരണകക്ഷിയുടെ ആരോപണങ്ങളെ B.J.P. പൂർണ്ണമായും തള്ളിക്കളയുന്നുണ്ട്. ബംഗാളിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താൻ കേന്ദ്രത്തിന് താൽപര്യമില്ലെന്ന് B.J.P. MLA-യും സാമ്പത്തിക വിദഗ്ധനുമായ അശോക് ലാഹിരി വ്യക്തമാക്കുന്നുണ്ട്. വോട്ടർ പട്ടികയിൽ നിന്ന് നുഴഞ്ഞുകയറ്റക്കാരെ ഒഴിവാക്കുന്നതിനെ മുഖ്യമന്ത്രി ഭയപ്പെടുകയാണെന്നും തന്റെ വോട്ട് ബാങ്ക് തകരുമെന്ന ആശങ്കയിലാണ് മമത ഇത്തരത്തിൽ പ്രതികരിക്കുന്നതെന്നുമാണ് B.J.P. പറയുന്നത്. എന്തായാലും ബംഗാൾ രാഷ്ട്രീയത്തിൽ രാജ്ഭവനും ഭരണകൂടവും തമ്മിലുള്ള പോരാട്ടം പുതിയ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. പോലീസ് പശ്ചാത്തലമുള്ള R.N. രവിയുടെ വരവ് തൃണമൂൽ സർക്കാരിന് വലിയ വെല്ലുവിളിയാകുമെന്നത് ഉറപ്പാണ്. വോട്ടർ പട്ടിക പരിഷ്കരണത്തെ ചൊല്ലിയുള്ള തർക്കം വരും ദിവസങ്ങളിൽ തെരുവിലേക്കും കോടതികളിലേക്കും നീങ്ങാനാണ് സാധ്യത. തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പുള്ള ഈ ഭരണഘടനാപരമായ മാറ്റങ്ങൾ ബംഗാളിലെ വോട്ടർമാരെ കാര്യമായി ബാധിക്കുമെന്നും അതുവഴി ഭരണം പിടിക്കാനാകുമെന്നും B.J.P. കണക്കുകൂട്ടുന്നുണ്ട്.